സപ്ലൈകോയുടെ മറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, സപ്ലൈകോയുടെ ട്രേഡ് ഫെയറുകൾ, ഓണത്തോടനുബന്ധിച്ചുള്ള ട്രേഡ് ഫെയറുകളുടെ ആരംഭം കഴിഞ്ഞ 8-ാം തീയതി മുഖ്യമന്ത്രി എറണാകുളത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. പിന്നീട് കോഴിക്കോടും തിരുവനന്തപുരത്തുമായി ട്രേഡ് ഫെയറുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നതും ഇതിനോടനുബന്ധിച്ച് തന്നെ എല്ലാ ജില്ലാ ഫെയറുകളുടെയും പ്രവർത്തനം ആരംഭം കുറിക്കുകയാണ്. ആ ജില്ലാ ഫെയറുകളും സാധാരണ 10 ദിവസം മുമ്പ് ആരംഭിക്കുന്ന 8 മുതൽ 10 ദിവസം വരെ ഉണ്ടായിരുന്ന സംസ്ഥാന ജില്ലാ ഫെയറുകൾ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫെയറുകളായി പരിവർത്തനപ്പെടുത്താനും ഒപ്പം തന്നെ നിയോജകമണ്ഡല തലങ്ങളിൽ എല്ലാ 140 നിയോജക മണ്ഡലങ്ങളിലും ഇത്തവണ സപ്ലൈകോയുടെ ഫെയറുകൾ ഓണത്തോടനുബന്ധിച്ച് ആരംഭം കുറിക്കുവാനും തീരുമാനിച്ചത് വിപണിയിൽ ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ലഭ്യമാക്കണമെന്ന താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാർക്കറ്റ് ഇടപെടലിന് വേണ്ടി ഓണക്കാലത്തേക്ക് മാത്രമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 253 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്താണ് അത്രയും തുക ഓണക്കാലത്തേക്ക് മാത്രമായി സപ്ലൈകോയ്ക്ക് അനുവദിച്ച് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഭാഗങ്ങൾക്ക് സൗജന്യ കിറ്റടക്കം ഇന്ന് കേരളത്തിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വിവിധ ഫെയറുകൾ അടക്കം നടപ്പിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇന്ന് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിപണി ഇടപെടലുകൾ വഴി പൊതുജനത്തിന് വിപണിയിലുണ്ടാവുന്ന വില വ്യതിയാനങ്ങളിൽ നിന്ന് വലിയ ആശ്വാസം ലഭ്യമാക്കാൻ കഴിയുമെന്നത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫെയറുകൾ സ്വാഭാവികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് വളരെ വിപുലമായ രീതിയിലുള്ള ഷോപ്പിംഗ് സൗകര്യങ്ങളാണ്. എറണാകുളത്ത് ഉൾപ്പെടെ 3 സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം അടക്കം കോഴിക്കോട് ട്രേഡ് ഫെയറുകൾ ആരംഭിക്കുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെട്ട ഷോപ്പിംഗ് അനുഭവം കൂടി ഓണക്കാലത്ത് ജനങ്ങൾക്ക് സംജാതമാക്കുക എന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് സപ്ലൈകോയ്ക്ക് വരുമാനം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ മിതമായ നിരക്കിൽ സാധനങ്ങൾ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാനുള്ള അവസരങ്ങൾ കൂടി ഇവിടെ ഉണ്ടാവുകയാണ്.